നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്ഘാടകൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു പ്രഗത്ഭ വ്യക്തികളും ഡോക്ടർമാരും മറ്റു പ്രഗത്ഭ വ്യക്തികളും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. യോഗ നടപടികൾ ആരംഭിക്കുന്നു. ഈശ്വര പ്രാർത്ഥന. സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാർ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വേദിയുടെ സംസ്ഥാന ചെയർമാനുമായ ശ്രീ പേരൂർക്കട രവി സാർ, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ വിശിഷ്ട വ്യക്തി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ശ്രീ വി മുരളീധരൻ അവർകൾ, മറ്റു വേദിയിലിരിക്കുന്ന ഡോക്ടർമാർ, മത പുരോഹിതന്മാർ, മറ്റു രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ. ഇത് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ അവകാശങ്ങൾ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഉള്ള സംഘടനയാണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വേദി എന്ന് പറയുന്നത്. ലോകമൊത്തത്തിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എല്ലാ മേഖലകളിലും മനുഷ്യൻ്റെ വ്യക്തിത്വങ്ങളെയും മനുഷ്യൻ്റെ അവകാശങ്ങളെയും ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നല്ല ഒരു സംഘടന, വേദി എന്നുള്ളൊരു സംഘടന എല്ലാ ചൂഷണത്തിനെതിരെയും എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി, സഹമന്ത്രി എന്ന നിലയിൽ നമ്മുടെ ശ്രീ വി മുരളീധരൻ സാർ ഔദ്യോഗികമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നിലവിളക്ക് തെളിയിക്കുന്ന സമയമാണ്. തിരക്കുകൾ മാറ്റിവെച്ച് ഞങ്ങളുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ കാണിച്ച ആ നൽവയ്ക്ക് മുന്നിൽ ഞങ്ങൾ സാഷ്ടാംഗം നമിക്കുന്നു. ലോക മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വേദി സംഘടിപ്പിച്ചിട്ടുള്ള ഈ മനുഷ്യാവകാശ ദിന പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വേദിയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ പേരൂർക്കട രവി അവർകൾ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള രുക്മിണി നഴ്സിംഗ് കോളേജിൻ്റെ ബഹുമാന്യനായിട്ടുള്ള ചെയർമാൻ ഡോക്ടർ CA മോഹൻ അവർകൾ, റവറൻഡ് ഡോക്ടർ ജ്ഞാനശിഖാമണി കുളയമടയിൽ, റവറൻഡ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ PD ജോൺ മില്ലർ, ശ്രീ കാവുവിള അൻസാർ, ശ്രീ MK വിവേക്, ശ്രീ ജഗതി ഉദയൻ, ശ്രീ ഹരി വെള്ളനാട്, രുക്മിണി നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 1948 ഡിസംബർ മാസം 10-ാം തീയതി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസംബർ 10-ാം തീയതി ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കാനുള്ള തുടക്കം കുറിക്കപ്പെട്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികളുടെ പശ്ചാത്തലത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിലെ
വിവിധ ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് നടന്ന ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ, ആ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് ഈ തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ നടത്തിയത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും, ലോകത്തെല്ലാവർക്കും, അവർക്കെല്ലാവർക്കും പൗരാവകാശങ്ങൾ ഉറപ്പുവരുത്തുക, രാഷ്ട്രീയമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുക, സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുക, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും തൊഴിൽ, അതോടൊപ്പം സമൂഹത്തിലെ പ്രത്യേക വിഭാഗങ്ങൾ, അത് സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും അഭയാർത്ഥികളാണെങ്കിലും ദിവ്യാംഗ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിലും അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കുമുള്ള അവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അന്ന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ, ജനറൽ അസംബ്ലി ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച 30ഓളം അവകാശങ്ങൾ, ആ 30ഓളം അവകാശങ്ങൾ എല്ലാവർക്കും അതിന് അർഹതയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ഡിസംബർ 10-ാം തീയതി ആചരിക്കാൻ തുടക്കം കുറിച്ചത്. നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തെവിടെയുമുള്ള മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ, മനുഷ്യാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും പരസ്പര പൂരകമാണ്. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. ജനസംഖ്യയിൽ ഈ അടുത്ത കാലത്താണ് നമ്മൾ ചൈനയെ മറികടന്നത്. പക്ഷേ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലയിൽ നോക്കിയാൽ ചൈനയുടെ ജനാധിപത്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ചൈന ഏകകക്ഷി ഭരണം നടക്കുന്ന രാജ്യമാണ്. അവിടെ ജനാധിപത്യം എന്നുള്ളത് ഇല്ല എന്ന് മാത്രമല്ല, മനുഷ്യാവകാശങ്ങൾ അടക്കം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു പരസ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ നേരത്തെ തന്നെ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ ഏറ്റവും മികച്ച രീതിയിൽ മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ എളുപ്പമല്ല. കാരണം ഒരിക്കൽ ജനങ്ങൾക്ക് സർക്കാരുകൾ എങ്ങനെ ഭരിക്കുന്നു എന്ന് വിലയിരുത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഭരണ സംവിധാനങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കാനും ജനങ്ങൾക്ക് അധികാരം നൽകുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും ദളിതരുടെയും ഒക്കെ അവകാശങ്ങൾ, ഇതിനെല്ലാം തന്നെ തുല്യമായിട്ടുള്ള പ്രാധാന്യം നൽകുന്ന ഒരു ഭരണഘടന, ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ പുരോഗതി പ്രാപിച്ചിട്ടുള്ള രാജ്യങ്ങൾ എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടെ അവിടെ എല്ലാവർക്കും ജനാധിപത്യ അവകാശങ്ങൾ നൽകപ്പെട്ടത് പോലും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിലാണ്. കഷ്ടിച്ച് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് നടപ്പിലായത് ജനാധിപത്യം വന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ ജനാധിപത്യം ചിലർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് ഇന്നത്തെ കാലത്ത് പറയുന്നത്. നമ്മുടെ ലോകത്ത്, നമ്മുടെ നാട്ടിൽ ഇന്ന് വോട്ടെടുപ്പിനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ജനാധിപത്യത്തെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മതപരമായിട്ടുള്ള ജനാധിപത്യം എത്ര ഇതായിരുന്നു. ഇന്ത്യക്കകത്ത്, ഇന്ത്യയിൽ നിങ്ങൾക്ക് ഏത് ദൈവത്തെയും ആരാധിക്കാം. കാരണം ഏത് ദൈവത്തെയും ആരാധിച്ചാലും അതിൽ പ്രശ്നമില്ല. അത് അവസാനം അതെല്ലാം പ്രതീകം, അതെല്ലാം ഒരൊറ്റ ശക്തിയുടെ പ്രതീകമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ് നമ്മുടെ പൂർവികർ.
അപ്പോൾ ആരാധനയിൽ ഉൾപ്പെടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശം സംരക്ഷിച്ചിരുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ ജനാധിപത്യം സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ജനാധിപത്യമല്ല. ഇന്ത്യയുടെ ജനാധിപത്യം എന്നുള്ളത് ഇന്ത്യയുടെ സമൂഹത്തിൽ, ഇന്ത്യയുടെ തത്വശാസ്ത്രത്തിൽ, ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. പക്ഷെ നമ്മളിപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജനാധിപത്യ അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന് പറയുന്ന ആളുകൾ, ആ പറയുന്ന ആളുകൾ പലപ്പോഴും മറ്റു പല കാരണങ്ങളാൽ ഒരു സെലക്റ്റീവ് അഭിപ്രായ പ്രകടനമായിട്ടാണ് പലപ്പോഴും വരുന്നത്. ഈ ഭൗതികവാദികളായിട്ട് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ഇടതുപക്ഷം എന്നൊക്കെ സ്വയം പറയുന്ന ആളുകൾ, അവരുടെ പിന്തുണയുള്ള ചില NGOകൾ, ഇവരൊക്കെ ചേർന്നിട്ടാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നു എന്നുള്ള വാദമുയർത്തുന്നത്. ചില ആളുകളെ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏജൻസികൾ ചോദ്യം ചെയ്യുമ്പോഴാണ് അത് മനുഷ്യാവകാശത്തിന്റെ ലംഘനമാണ് എന്നുള്ള വാദം ഉയർത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വക്രീകരിച്ച് ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് ഈ മനുഷ്യാവകാശം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, നിങ്ങളൊക്കെ ഇടയ്ക്ക് പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് പറയുന്ന ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് പറയുന്ന സംഘടന ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തുവിടും. ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ വിശുദ്ധ പുസ്തകമായിട്ടാണ് അവര് ഈ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടുകൾ കാണുന്നത്. പക്ഷേ ഈ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ നടക്കുന്നു എന്ന് അവരാരോപിക്കുന്ന ഈ ജനാധിപത്യ അവകാശ ലംഘനങ്ങൾ അതേസമയത്ത് മറ്റു പല രാജ്യങ്ങളിലും, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ജനാധിപത്യ അവകാശങ്ങളെ കുറിച്ച് അവർ മിണ്ടാറില്ല. മറ്റു രാജ്യങ്ങളുടെ അഖണ്ഡതയെപ്പോലും മാനിക്കാതെ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്ന അധിനിവേശത്തെക്കുറിച്ച് അവർ മിണ്ടാറില്ല. അതേസമയത്ത് ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങളിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിക്കാനും അവർ ഒരിക്കലും മടി കാണിക്കാറില്ല. അതിന്റെ പിന്നിൽ ഉള്ള താല്പര്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. ഈ നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന സ്വയം അവകാശപ്പെടുന്ന ആളുകൾ, അവർ നടത്തുന്ന ഈ തരത്തിലുള്ള അജണ്ടകൾ, അവരുടെ ഗൂഢതമായിട്ടുള്ള താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളാണ് അവരെ ഈ തരത്തിൽ ഇന്ത്യയെ മാത്രം പ്രത്യേകമായിട്ടുള്ളൊരു കണ്ണിലൂടെ കണ്ടുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളായിട്ട് ചിത്രീകരിക്കുന്നു. ഇപ്പൊ 10 കോടി മനുഷ്യരെ ലോകത്ത് കൊന്നൊടുക്കിയ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം, 10 കോടി ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ കൂട്ടക്കുരുതിക്കിരയായിട്ട് ലോകത്ത് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ ആളുകളുടെ അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശത്തിന്റെ സംരക്ഷകരായിട്ട് വരുന്നത്. 4 കോടി മനുഷ്യരെ കൊന്നൊടുക്കിയ ജിഹാദി പ്രത്യയശാസ്ത്രം, ആ ജിഹാദി പ്രത്യയശാസ്ത്രം വെച്ച് വളർത്തുന്ന ആളുകളും അങ്ങനെയുള്ള ആളുകളും മനുഷ്യാവകാശ സംരക്ഷകരായിട്ട് സ്വയം രംഗത്ത് വരുന്നത് നമുക്ക് കാണാം. അതേസമയത്ത് രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളുടെയും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക, അതിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ള വ്യക്തമായിട്ടുള്ള നിലപാടാണ് ഭാരതം എടുത്തിട്ടുള്ളത്. നമുക്കത് ബോധ്യപ്പെടണമെങ്കിൽ നമുക്ക് അടുത്ത പ്രദേശം, നമ്മുടെ അടുത്ത അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് നോക്കിയാൽ മതി. ബംഗ്ലാദേശാണ് ഏറ്റവും പുതിയ ഉദാഹരണം. ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമണങ്ങൾ, ആ കടന്നാക്രമണങ്ങളെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, നമ്മുടെ നാട്ടിലെ മനുഷ്യാവകാശ പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ഇവരാരെങ്കിലും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? സിറിയയിലെ യസീദി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നു തള്ളുന്ന ഇസ്ലാമിക തീവ്രവാദികളെ കുറിച്ച് എന്താ ഇവർ മിണ്ടാത്തത്? ഗാസയെ കുറിച്ച് കണ്ണീരൊഴുക്കുന്ന ആളുകൾ, ഭീകരവാദികൾ തട്ടിയെടുത്ത് ഹീനമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്ന ഇസ്രായേലി പെൺകുട്ടികളുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് എന്താണ് മിണ്ടാത്തത്? അപ്പോ ഈ
വടക്കേ ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരും പറഞ്ഞ് കേരളത്തിൽ മെഴുകുതിരി കത്തിക്കുന്ന ആളുകൾ കേരളത്തിലെ നിരവധി പ്രദേശങ്ങളിൽ, ഉദാഹരണത്തിന് ഈ അടുത്ത ദിവസം ഞാൻ മുനമ്പത്ത് പോയിരുന്നു. മുനമ്പത്തെ മത്സ്യ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അവർ നേരിടുന്ന അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെടുന്ന, അവർക്ക് നോട്ടീസ് നൽകുന്ന മനുഷ്യാവകാശ ലംഘനം, ആ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അവർ മിണ്ടില്ല. ജമ്മു കാശ്മീരിൽ വംശഹത്യക്കിരയായിട്ടുള്ള കാശ്മീരി പണ്ഡിറ്റുകളുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യാവകാശ സംഘടന എന്ന് പറയുന്ന ആളുകൾ അവര് ശബ്ദമുയർത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവിടെ തോക്കെടുക്കുന്ന വിഘടനവാദികളുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് അവർ വാദോരാതെ പറയും. ഇപ്പോ വിഘടനവാദികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നവർക്കുമായിട്ട് പോലും നമ്മുടെ നാട്ടിൽ ചില വലിയ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ കൈകോർക്കുന്നു എന്നുള്ളതാണ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം. മുംബൈയിലെ നിരപരാധികളെ കൊലപ്പെടുത്തിയ യാക്കൂബ് മേമന്റെ മനുഷ്യാവകാശം പറഞ്ഞ് സുപ്രീം കോടതിയിൽ അർദ്ധരാത്രിക്ക് നിയമ പോരാട്ടത്തിന്, സുപ്രീം കോടതി അർദ്ധരാത്രിയാണ് തുറന്നത്. സുപ്രീം കോടതി ജഡ്ജിമാര് സാധാരണ കോടതിയിൽ പ്രവർത്തിക്കുന്നത് രാവിലെ 11 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6 മണിക്ക് തീരും. യാക്കൂബ് മേമന്റെ മനുഷ്യാവകാശം സംരക്ഷിക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് രംഗത്തിറങ്ങിയപ്പോ സുപ്രീം കോടതിയുടെ വാതിലുകൾ അർദ്ധരാത്രി തുറന്നുകൊണ്ട് ആ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് നമ്മുടെ സുപ്രീം കോടതി കേട്ടു. പക്ഷേ ഈ അർദ്ധരാത്രി ഇങ്ങനെ തുറക്കുന്ന സുപ്രീം കോടതി സമാനമായിട്ടുള്ള മറ്റ് സാഹചര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കുന്നു? രോഹിത് വെമുല എന്ന് പറയുന്ന ദളിത് യുവാവ് ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്തപ്പോ അതിന്റെയും ഉത്തരവാദിത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയിൽ കെട്ടിവെക്കാൻ ചില ആളുകൾ ശ്രമിച്ചു. പക്ഷെ അതേ സമയത്ത് മഹാരാജാസ് കോളേജിലെ അഭിമന്യു എന്ന ചെറുപ്പക്കാരനെ ഒരു ഭീകരവാദ സംഘടനയായിട്ട് ബന്ധമുള്ള ആളുകൾ കുത്തിക്കൊന്നപ്പോ അതിനെക്കുറിച്ച് ആർക്കും മിണ്ടാട്ടമില്ല. ഞാൻ ചോദിക്കട്ടെ, തലമുറകളായിട്ട് ജീവിച്ചു വരുന്ന മണ്ണിൽ നിന്ന് വഖഫ് ഭൂമിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് കൊടുത്തതിന്റെ പേരിൽ ഒഴിഞ്ഞുപോകാൻ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മനുഷ്യാവകാശം, ആ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നതിനെ കുറിച്ച് ആരാ എന്താ മിണ്ടാത്തത്? ഇപ്പൊ സിൽവർ ലൈൻ എന്ന് പറയുന്ന കേരളത്തെ കീറിമുറിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ, ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ തന്നെ വിദേശത്ത് ജോലി ചെയ്ത് കിട്ടിയ സമ്പാദ്യം കൊണ്ട് വാങ്ങിയിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുന്ന ആളുകൾ അവരുടെ അടുക്കളയിൽ കയറി ഒരു മുന്നറിയിപ്പിലുമില്ലാതെ മഞ്ഞക്കുറ്റി നാട്ടിയപ്പോ മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളൊക്കെ എവിടെ പോയി? ഞാൻ ഈ കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയിരുന്നു. സിദ്ധാർത്ഥന്റെ മാതാപിതാക്കള് വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ പീഡനത്തിനിരയായി മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും മനുഷ്യാവകാശങ്ങളില്ലേ? ആ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് വിടുന്നില്ല? ഇപ്പൊ കേരളം തന്നെ ന്യായമായിട്ട് സംശയിച്ചുകൊണ്ടിരിക്കുന്ന ADM നവീൻ ബാബു, ആ നവീൻ ബാബുവിന്റെയും അദ്ദേഹത്തിന്റെ മക്കളുടെയും മനുഷ്യാവകാശങ്ങളെ കുറിച്ച് നമുക്ക് എന്താ ശബ്ദമില്ലാത്തത്? അപ്പൊ അതുകൊണ്ട് മനുഷ്യാവകാശം എന്ന് പറയുന്നത് സെലക്റ്റീവ് ആവരുത്. മനുഷ്യാവകാശം എന്നുള്ളത് അവസരവാദപരമാകണം. മനുഷ്യാവകാശം ഈ ലോകത്ത്, ഈ നാട്ടിൽ ആർക്കെതിരായിട്ട് അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴും അത് ശബ്ദമുയർത്തുന്നതാണ് യഥാർത്ഥ മനുഷ്യാവകാശം. ആ മനുഷ്യാവകാശങ്ങൾ അവർക്കെല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു വീടുണ്ടാവുക, അവരുടെ വീട്ടിൽ പുകയുടെ ശല്യമില്ലാതെ പാകം ചെയ്യാനുള്ള സാഹചര്യം ഈ നാട്ടിലെ അമ്മമാർക്കും സഹോദരിമാർക്കും ഉറപ്പുവരുത്തുക, അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും ഗ്യാസ് അടുപ്പുകൾ ലഭ്യമാക്കുക, എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കുക, എല്ലാ വീടുകളിലും ശൗചാലയങ്ങൾ ലഭ്യമാക്കുക. ഇതൊക്കെ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഓരോരുത്തരുടെയും അവകാശങ്ങൾ, ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതാണ് ഒരു ഭരണകൂടം എന്നുള്ള നിലയിൽ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് മുത്തലാഖിന്റെ പേരിൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട മുസ്ലിം സഹോദരിമാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയപ്പോൾ
നമ്മുടെ നാട്ടിലെ മനുഷ്യാവകാശ സംരക്ഷകർ എന്ന് പറയുന്ന ആളുകൾ ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട സഹോദരിമാരുടെ പക്ഷത്താണോ നിന്നത്, അതോ ആ പീഡനത്തിന് മറുവശത്ത് നിൽക്കുന്നവരുടെ അങ്ങനെയുള്ളവരുടെ പക്ഷത്താണ് നിന്നത്? അപ്പം മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും അന്തസ്സോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം, ആ സാഹചര്യം ഒരിക്കലാണ് മനുഷ്യാവകാശ സംരക്ഷണം. അതുകൊണ്ട് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മാത്രമല്ല, വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കലും മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന തലമുറ, ഇവിടെ ധാരാളം പെൺകുട്ടികൾ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അടക്കം ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ടത് ഈ വരാൻ പോകുന്ന തലമുറയുടെ മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ തലമുറ പറഞ്ഞിരുന്ന സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്ന മനുഷ്യാവകാശങ്ങളിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ലഭ്യമാണ്. നമ്മുടെ ജനാധിപത്യം അത് സംരക്ഷിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തുള്ള നിരവധി മനുഷ്യാവകാശങ്ങളുടെ നിരവധി ഘടകങ്ങൾ, ആ ഘടകങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതിലാണ് പുതിയ തലമുറ മനുഷ്യാവകാശത്തെ ഈ പശ്ചാത്തലത്തിൽ വായിക്കണം, ഈ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. അത് സബ്ജക്റ്റീവ് ആവരുത്, വ്യക്തി നിരപേക്ഷമാകരുത്, അത് ഒബ്ജക്റ്റീവ് ആവരുത്, അത് സെലക്റ്റീവ് ആവരുത്, അവസരവാദപരമാകരുത്. ഞാൻ കാണിച്ചാൽ മനുഷ്യാവകാശ ലംഘനമല്ല, വേറെ ആൾ കാണിച്ചു കഴിഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറയുന്ന ആ സമീപനം ശരിയല്ല. എല്ലാവരും അതിനെതിരായിട്ട് ശബ്ദമുയർത്തണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളെല്ലാവരും തൊഴിലിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണ്, നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന ആൾക്കാരാണ്. നാളെ നിങ്ങൾ നഴ്സിംഗിന് കഴിഞ്ഞ് നഴ്സിംഗ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾ നാളെ തെരുവിലിറങ്ങി മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശബ്ദമുയർത്തണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇതാണ് മനുഷ്യാവകാശം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ. ആ ധാരണയെക്കുറിച്ച് ആ ഒരു വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടാകണം. എവിടെയൊക്കെ മനുഷ്യന് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവകാശം ചോദ്യം ചെയ്യപ്പെടുന്നുവോ, നിഷേധിക്കപ്പെടുന്നുവോ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, പത്തനംതിട്ടയിലെ ഒരു നഴ്സിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതാണോ, മരണപ്പെട്ടതാണോ, കൊല ചെയ്യപ്പെട്ടതാണോ എന്നുള്ളതടക്കമുള്ള സംശയം. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടാകണം. അതല്ലാതെ ഈ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന മനുഷ്യാവകാശത്തിന്റെ പേരിൽ നടക്കുന്ന അവസരവാദ പ്രചരണങ്ങൾ, ആ അവസരവാദ പ്രചരണങ്ങളിൽ കുടുങ്ങരുത് എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ തരത്തിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള തരത്തിൽ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ വേദിക്കാവട്ടെ, ഇന്നിവിടെ വിവിധ മേഖലകളിൽ സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നിരവധി ആളുകളെ അവർക്ക് പുരസ്കാരങ്ങൾ കൂടി നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പുരസ്കാരങ്ങൾക്ക് അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളെയും അനുമോദിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.